നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഇന്ന് പൂർത്തിയായിരിക്കുന്നു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആരായിരിക്കും ആ സംസ്ഥാനങ്ങൾ ഭരിക്കുക എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ജനാധിപത്യ വിശ്വാസികൾ. അതിൽ പശ്ചിമ ബംഗാളിലെ മാത്രം തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടം ഇന്ന് അവസാനിക്കാൻ കാത്തുനിന്നതായിരുന്നു ഈ ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവനും. ഇതുവരെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. കേരളവും ആസാമും അതുപോലെ പോണ്ടിച്ചേരിയും ആദ്യഘട്ടത്തിൽ, അതായത് ഏപ്രിൽ 9-ാം തീയതി തന്നെ വോട്ടെടുപ്പ് അവസാനിച്ചതാണ്. 20 ദിവസമായി വോട്ട് പെട്ടിക്കവർ കാവൽ നിൽക്കുകയുമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 2ാം ഘട്ടമായ 23-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്നു. അതിലെ ബംഗാളിലെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പും ഈ 23-ാം തീയതി തന്നെയാണ് നടന്നത്. അതിനുശേഷം ഇന്ന് ബംഗാളിലെ 2ാം ഘട്ടവും മൊത്തം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടവും പൂർത്തിയായതോടുകൂടിയാണ് എല്ലാം തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ ഇന്ന് പുറത്തു വരുന്നത്. ഇതിൽ കേരളം ഒഴികെയുള്ള മറ്റു 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇനി നമ്മൾ മറ്റുള്ള മാധ്യമങ്ങളെ ആശ്രയിച്ചുകൂടി ഞങ്ങൾക്ക് വാർത്ത ചെയ്യാനുണ്ട്. എന്നാൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ അറിയാൻ ഏകദേശം 7-8 ദിവസത്തോളം കേരളത്തിലെ എല്ലാ ജില്ലകളിലും സന്ദർശിച്ച് പറ്റുന്ന ഇടങ്ങളിൽ നിന്നും സ്രോതസ്സുകളിൽ നിന്നുമെല്ലാം നിഷ്പക്ഷരായ ആളുകളിൽ നിന്നുമൊക്കെ ഒപ്പിയെടുത്ത എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ മീഡിയ ഗ്രാമം പുറത്തുവിടാൻ പോകുന്നത്. ഇതിൽ നമ്മൾ UDFന് മുൻതൂക്കമാണ് കണ്ടെത്തിയിരിക്കുന്നത്. എങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ 100+ സീറ്റുകളൊന്നും ഞങ്ങൾക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2021-ലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അപേക്ഷിച്ച് UDF വളരെ വ്യക്തമായൊരു മുന്നേറ്റം നടത്തി എന്ന് തന്നെയാണ് എല്ലായിടത്തും കാണുന്നത്. UDFന് ലഭിക്കുന്ന മണ്ഡലങ്ങളും LDFന് ലഭിക്കുന്ന മണ്ഡലങ്ങളുമൊക്കെ നമുക്ക് വളരെ വ്യക്തമായി ഇതിൽ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ BJPക്ക് ലഭിക്കാൻ സാധ്യതയുള്ള മണ്ഡലവും ഒപ്പം തന്നെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളെയും എല്ലാം നമ്മൾ വേർതിരിച്ച് വളരെ വ്യക്തമായി തന്നെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് നിയമപരമായി സാധുത വരാൻ വേണ്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വ്യക്തമായ നിർദ്ദേശമുള്ളതുകൊണ്ടും ഏപ്രിൽ 29-ാം തീയതി, അതായത് ഇന്ന് 6 മണി വരെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. കേരളത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്ന ഈ മണ്ഡലങ്ങളുടെ തലവിധി നമ്മൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇതിന് മുൻപത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി സമയം ലഭിച്ചതുകൊണ്ട് തന്നെ കേരളം മുഴുവൻ സഞ്ചരിച്ച് ശേഖരിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളാണ് അല്ലെങ്കിൽ പ്രവചനങ്ങളാണ് നമ്മൾ മീഡിയ ഗ്രാമം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത്. അതിലാദ്യം തന്നെ നമുക്ക് അങ്ങ് വടക്ക് നിന്ന് തന്നെ തുടങ്ങാം. വടക്ക് കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ ആകെയുള്ള 5 സീറ്റുകളാണുള്ളത്. അതിൽ മഞ്ചേശ്വരവും കാസർഗോഡും എന്നീ സീറ്റുകൾ UDFനും കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ എന്നീ സീറ്റുകൾ LDFന് ഉറപ്പ് പറയുമ്പോൾ ഉദുമ മത്സരം അതിശക്തമായിരുന്നു. എങ്കിലും UDFന് തന്നെ ഉദുമ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പ്രവചനങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി തൊട്ടടുത്ത കണ്ണൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ആകെ 11 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ കണ്ണൂർ, ഇരിക്കൂർ, പേരാവൂർ, അഴീക്കോട് എന്നീ 4 മണ്ഡലങ്ങൾ UDF നേടും എന്നുറപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അതിശക്തമായ മത്സരം നടക്കുന്ന തളിപ്പറമ്പും UDFലേക്ക് ചായാനാണ് സാധ്യതയുള്ളത്. ബാക്കി വരുന്ന പിണറായി വിജയൻ്റെ ധർമ്മടവും അതുപോലെ മട്ടന്നൂരും തലശ്ശേരിയും കൂത്തുപറമ്പും കല്യാശ്ശേരിയും പയ്യന്നൂരുമൊക്കെ LDFന് ലഭിക്കുമെന്നു എന്നുള്ളത് പ്രവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. ഇനി തൊട്ടടുത്ത വയനാട് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ ആകെ 3 സീറ്റുകളാണുള്ളത്. മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി ഈ 3 സീറ്റുകളും UDF സ്വന്തമാക്കും എന്ന് പ്രവചനങ്ങൾ വ്യക്തമാക്കുന്നു. അതിൽ മാനന്തവാടി മാത്രം പിടിച്ചെടുക്കുകയാണ്. മറ്റുള്ള 2 സീറ്റുകളും UDFൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഇനി കോഴിക്കോട് ജില്ലയിലാണ് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. അതിലാകെയുള്ള 13 സീറ്റുകളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ആ 13 സീറ്റുകളിൽ വടകര, കുറ്റിയാടി, നാദാപുരം, കൊയിലാണ്ടി, കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി, തിരുവമ്പാടി, കുന്നമംഗലം എന്നീ സീറ്റുകൾ UDF നേടുമെന്ന് ഉറപ്പിച്ചു പറയുകയും അതുപോലെ തന്നെ അതിശക്തമായ മത്സരത്തിലൂടെ കോഴിക്കോട് നോർത്തും അതുപോലെ പേരാമ്പ്രയും UDFന് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സീറ്റുകൾ LDFനാണ് മുൻതൂക്കം പറയുന്നത്. അങ്ങനെ ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 8 മുതൽ 10 സീറ്റുകൾ വരെയാണ് കോഴിക്കോട്ട് UDFന് പ്രവചിക്കുന്നത്.
ഇനി മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ജില്ലയാണ് മലപ്പുറം. ആകെയുള്ള 16 സീറ്റുകളിൽ 15 സീറ്റുകൾ ഉറപ്പായും ഒരുപക്ഷെ 16 സീറ്റുകളും നേടാനുള്ള എല്ലാ സാധ്യതയുമാണ് മലപ്പുറത്ത് കാണുന്നത്. അത്രയ്ക്കും വലിയ പിണറായി വിരുദ്ധ തരംഗവും UDF അനുകൂല തരംഗവും ഒന്നായി ആഞ്ഞടിക്കുന്ന ഒരു ജില്ലയായി മലപ്പുറം മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി പാലക്കാട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പാലക്കാട് ജില്ലയിൽ UDFന് വെറും 2 സീറ്റുകളാണ് ഉള്ളത്. എന്നാൽ ഇത്തവണ തൃത്താല, പാലക്കാട്, മണ്ണാർക്കാട്, ചിറ്റൂർ എന്നീ 4 മണ്ഡലങ്ങൾ UDFന് ഉറപ്പായും ലഭിക്കുമെന്ന് പറയുമ്പോൾ പട്ടാമ്പിയിൽ UDFന് ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു മണ്ഡലമായും മാറിയിരിക്കുന്നു. ബാക്കിയുള്ള മണ്ഡലങ്ങളെല്ലാം LDFനാണ് മുൻതൂക്കം പറയുന്നത്. ആകെയുള്ള 12 സീറ്റുകളിൽ 4 UDFനും അതുപോലെ 7 സീറ്റുകൾ LDFനും പറയുന്നു. 1 സീറ്റ് പട്ടാമ്പി, അത് UDFിലേക്ക് ചായും എന്നുള്ള സൂചനകളും ലഭിക്കുന്നു. ഇനി തൃശ്ശൂർ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ UDFന് ഇപ്പോൾ ചാലക്കുടി മാത്രമാണ് ഉള്ളത്. ആകെയുള്ള 13 സീറ്റുകളിൽ 12 സീറ്റുകളും LDFനാണ്. എന്നാൽ ഇത്തവണ തൃശ്ശൂർ, ചാലക്കുടി, മണലൂർ എന്നീ മണ്ഡലങ്ങളും അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട എന്നീ 4 മണ്ഡലങ്ങൾ UDFന് ഉറപ്പായും ലഭിക്കുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഗുരുവായൂർ UDF പിടിച്ചെടുക്കുമെന്നുള്ള സാധ്യതയും വ്യക്തമാകുന്നു. അതായത് 4 മുതൽ 5 സീറ്റുകൾ വരെ UDFന് തൃശ്ശൂർ ജില്ലയിൽ ലഭിക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ബാക്കിയുള്ള സീറ്റുകൾ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ LDFന് ജയിക്കാനാണ് സാധ്യത. എങ്കിലും വടക്കാഞ്ചേരി, കുന്നംകുളം, അതുപോലെ കൊടുങ്ങല്ലൂർ എന്നീ സീറ്റുകൾ ബലാബലമാണ്. അതിലും ഒന്നും പ്രവചിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത്. എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ആകെയുള്ള 14 സീറ്റുകളിൽ 11 UDFന് ഒരു തർക്കവുമില്ലാതെ ഉറപ്പിക്കാൻ കഴിയുന്ന സീറ്റുകളാണ്. അതുകൂടാതെ കൊച്ചിയും തൃപ്പൂണിത്തുറയും കോതമംഗലവും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു പ്രവചനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി കോട്ടയം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ കോട്ടയം മണ്ഡലം, അതുപോലെ പുതുപ്പള്ളി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി, കടുത്തുരുത്തി എന്നീ 5 മണ്ഡലങ്ങൾ ഉറപ്പായും UDFന് ലഭിക്കുമെന്ന് പറയുമ്പോൾ പാലാ സീറ്റ് UDF ഒരു ബ്രാക്കറ്റിൽ ഇട്ടുവെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 6 സീറ്റുകളുടെ ഫലങ്ങൾ അങ്ങനെയാണ് വരാൻ സാധ്യത. ഇനി മറ്റു സീറ്റുകളിൽ LDF വിജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കിയിൽ ഇപ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഒറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത്തവണ ഇടുക്കിയിൽ തൊടുപുഴ, ഇടുക്കി, പീരുമേട് എന്നീ 3 മണ്ഡലങ്ങൾ UDF പിടിച്ചെടുക്കുമെന്ന് ഉറപ്പാക്കി കഴിഞ്ഞു. മറ്റു 2 സീറ്റുകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. എന്തും സംഭവിക്കാം എന്നുള്ള നിലയിലാണ് ഉടുമ്പുംചോലയും അതുപോലെ ദേവികുളവും ഉള്ളത്. ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് വരികയാണെങ്കിൽ പത്തനംതിട്ടയിൽ ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സീറ്റ് പോലുമില്ല. എങ്കിൽ ഇത്തവണ ആറന്മുളയിൽ പേരെടുത്ത് പറഞ്ഞ ഒരുപക്ഷെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായിരിക്കും വീണ ജോർജിന് പരാജയമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് എക്സിറ്റ് പോളിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. ആറന്മുള, അടൂർ, തിരുവല്ല എന്നീ 3 സീറ്റുകൾ പത്തനംതിട്ടയിൽ UDF നേടുമെന്ന് ഉറപ്പിക്കുമ്പോൾ റാന്നി സീറ്റ് UDF ബലാബലം കാണുകയാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ആലപ്പുഴ ജില്ലയിൽ 1 സീറ്റ് മാത്രമാണ് ഇപ്പോൾ UDFൻ്റെ കൈവശമുള്ളത്. രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മാത്രമാണ്. എന്നാൽ ഇത്തവണ ആ ഹരിപ്പാടിന് പുറമെ അരൂർ, G സുധാകരൻ മത്സരിക്കുന്ന അമ്പലപ്പുഴ, അതുപോലെ കായംകുളം എന്നീ സീറ്റുകൾ UDF നേടുമെന്ന് ഉറപ്പിക്കുന്നു. ഒരു പക്ഷേ ആലപ്പുഴ നഗരസഭ ഉൾപ്പെടുന്ന ആലപ്പുഴ സീറ്റും കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകുന്നില്ല എന്നുള്ളതാണ് പ്രവചനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി കൊല്ലം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ UDF നില മെച്ചപ്പെടുത്തുമെന്നാണ് പറയുന്നത്. നിലവിൽ കൊല്ലം ജില്ലയിലാകെയുള്ള 12 സീറ്റുകളിൽ ഇപ്പോൾ 2 സീറ്റുകൾ മാത്രമാണുള്ളത്. CR മഹേഷിൻ്റെ കരുനാഗപ്പള്ളിയും അതുപോലെ PC വിഷ്ണുനാഥിൻ്റെ കുണ്ടറയും മാത്രമാണ്. എന്നാൽ ആ കരുനാഗപ്പള്ളിക്കും കുണ്ടറയ്ക്കും പുറമെ കൊല്ലം, അതുപോലെ ചവറ, കുന്നത്തൂർ എന്നീ സീറ്റുകൾ ഉറപ്പായും UDFന് ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. അത് ജനങ്ങൾ തന്നെ ഉറപ്പു നൽകുന്ന ഒരു പ്രവചനമായി മാറിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാർ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ
ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പത്തനാപുരവും കൊട്ടാരക്കരയും ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. ബാക്കിയുള്ള മണ്ഡലങ്ങൾ LDFിന് ഭാഗത്ത് നിൽക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇനി തലസ്ഥാന ജില്ലയിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് അതിശക്തമായ പോരാട്ടം നടക്കുന്ന ഒട്ടനവധി മണ്ഡലങ്ങളാണുള്ളത്. എങ്കിലും കഴിഞ്ഞ തവണ കോവളം എന്ന ഒരൊറ്റ മണ്ഡലമാണ് വിൻസെൻ്റ് എന്ന MLA UDFിന് വേണ്ടി നേടിക്കൊടുത്തത്. ഇത്തവണ അതിൽ നിന്നും വലിയ മാറ്റങ്ങളാണ് തലസ്ഥാന ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ, അതുപോലെ K മുരളീധരൻ മത്സരിക്കുന്ന വട്ടിയൂർക്കാവ്, കഴിഞ്ഞ തവണത്തെ സിറ്റിംഗ് സീറ്റായ കോവളം, കാട്ടാക്കട, നെയ്യാറ്റിൻകര, അരുവിക്കര എന്നീ 6 സീറ്റുകൾ UDFിന് ഉറപ്പായും ലഭിക്കുമെന്നും വർക്കല, നെടുമങ്ങാട്, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, പാറശാല എന്നിങ്ങനെയുള്ള സീറ്റുകൾ LDFിന് ലഭിക്കുമെന്നും പറയുന്നു. അതുപോലെ തന്നെ നേമവും കഴക്കൂട്ടവും BJP ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും എക്സിറ്റ് പോൾ പ്രവചനത്തിൽ പറയുന്നു. BJP ജയിക്കുമെന്നുള്ള ഒരു സംശയമോ അല്ലെങ്കിൽ പ്രതീക്ഷയോ ഏത് ജില്ലയിലും ഉണ്ടായിരുന്നില്ല. എങ്കിലും തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുമ്പോൾ 2 സീറ്റുകളിൽ ഒരു പക്ഷേ BJP ജയിച്ചു വരാം എന്നുള്ളൊരു സംശയം കൂടി പ്രവചിക്കുന്നു. എന്നാലും ഉറപ്പ് അവിടെയും വന്നിട്ടില്ല. അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ അവശേഷിക്കുന്ന വാമനപുരം മണ്ഡലം അതിശക്തമായ ഒരു പോരാട്ടം നടന്നിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും അവിടെ സംഭവിക്കാമെന്നും നമ്മുടെ എക്സിറ്റ് പോൾ പ്രവചനം വ്യക്തമാക്കുന്നു. ത്രികോണ മത്സരമായതുകൊണ്ട് എല്ലായിടത്തും അടിയൊഴുക്കുകളെ ആശ്രയിച്ചായിരിക്കും ഫലം മാറാൻ സാധ്യത എന്നും എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുകയാണ്. ഏതായാലും കേരളത്തിൽ അതിശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന് 25 ദിവസം പെട്ടിയിൽ വച്ച് കാത്തിരിപ്പിന് ശേഷം ആ പെട്ടി തുറക്കുമ്പോൾ എന്താകുമെന്നുള്ള ആകാംക്ഷയോടെയുള്ള കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് ഏകദേശ ഉത്തരം ലഭിക്കുന്നതാണ് ഞങ്ങൾ മീഡിയ ഗ്രാമം നടത്തിയ എക്സിറ്റ് പോൾ പ്രവചനത്തിൻ്റെ ഫലസൂചനകൾ. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞാൽ 79 മുതൽ, അതായത് ആകെയുള്ള 140 സീറ്റുകളിൽ 79 മുതൽ 89 വരെ സീറ്റുകൾ നേടി UDF കേരളത്തിൽ അധികാരത്തിൽ വരും. അഥവാ 10 വർഷത്തിന് ശേഷം UDF കേരളത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതുപോലെ LDF ആണെങ്കിൽ 49 മുതൽ 58 സീറ്റുകൾ വരെയും BJP 0 മുതൽ 2 സീറ്റുകൾ വരെയും നേടാൻ സാധ്യതയുണ്ട് എന്നാണ് മീഡിയ ഗ്രാമത്തിൻ്റെ എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുന്നത്. അതുപോലെ ഇനി ആർക്കും പ്രവചിക്കാനും കണ്ടുപിടിക്കാനും കഴിയാത്ത രീതിയിലൊരു അടിയൊഴുക്കുണ്ടായാൽ മാത്രം ഇതിൽ ചെറിയ മാറ്റം വന്നേക്കാം.